വെൽക്കം ടു ജോയൽ ആൻഡ് ലൂമി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാ ഫുട്ബോളിനെ കുറിച്ച് കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ രണ്ട് മാസ്റ്റേഴ്സ് അറിയൂല, ഞാൻ അറിയണതൊക്കെ പഠിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമ്മൾക്ക് രണ്ട് മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഫുട്ബോൾ പഠിപ്പിച്ചു തരാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ സെറ്റ്. അപ്പൊ ഇന്ന് ഞാനും ലൂമിയും പഠിപ്പിക്കുന്ന ട്രിക്സ് എന്ന് വെച്ചാ പറയാ ഞങ്ങൾ അതിൽ പറയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് ഷൂട്ടിംഗ് പഠിക്കാം. ഫസ്റ്റ് സ്കില്ല് എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് ആണ്. അത് ഫുട്ബോളിൽ മെയിൻ ആണ്. ഷൂട്ടിങ്ങും ട്രിബിളിങ്ങും കുറച്ച് ചെറിയ ചെറിയ സ്കിൽസ് ഒക്കെ. ഞാൻ ഇവിടെ ഷൂട്ടിങ്ങും പിന്നെ കുറച്ച് ട്രിബിളിങ്ങും ബോളൊന്ന് കൺട്രോൾ ചെയ്യാന്ന് വെച്ച ഒരു സ്കില്ലൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ വരാൻ പോണത് ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിങ്ങിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചെറിയ പിള്ളേർ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പെൻസിൽ ഷൂട്ട് ചെയ്യും. അതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ വിരല് ഒടിയും. എങ്ങനെയായാലും ഷൂട്ട് ചെയ്താലും ഒടിയും. ബോള് കറക്റ്റായിട്ട് പാസ് പോവില്ല. അതുകൊണ്ട് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷൂട്ടിങ് ചെയ്യുമ്പോൾ പെൻസിൽ ഷൂട്ട് ഒരിക്കലും ചെയ്യരുത്. അത് ഏത് കോച്ചിങ് സെൻറ്ററിൽ പോയാലും അങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഷൂട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടുള്ളത് ഈ ഭാഗം, ഈ സൈഡ് ഭാഗത്തുള്ള ഈ ഇവിടെ എവിടെയെന്ന് വെച്ചാൽ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ 1 സ്റ്റെപ്പ് അടിക്കണമെങ്കിൽ ഇങ്ങനെ അടിക്കുക, അങ്ങനെ അടിക്കുക. ഇപ്പം ഞാൻ വെറുതെ അടിച്ചെന്നുള്ളൂ. ഇപ്പം അങ്ങനെ അടിക്കുക. വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ബാക്കിലേക്ക് വരിക, ഗോൾ പോസ്റ്റിലേക്ക് കയറും. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ക്ലോസ് അപ്പ് നീ എന്നെ പിടിച്ച് കാണിച്ചു. കറക്റ്റായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ബാക്ക് ഇപ്പം ബോൾ ഒരു സ്ഥലത്ത് പോസ് ചെയ്ത് വെക്കാം. നമുക്കിപ്പോൾ ഇങ്ങനെ വരിക, എന്നിട്ട് ഗൈസ് ഈ ഒരു ഭാഗം വെച്ച് അടിക്കണം. അങ്ങനെ അടിച്ചാൽ മാത്രമേ ബോൾ പോവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പെൻസിൽ ഷൂട്ട് ചെയ്താൽ കാൽ ഫ്രാക്ചറോ ഉറപ്പാണ്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്തിനാ ഫ്രാക്ചർ ഇല്ല, പക്ഷെ അത്യാവശ്യം ശക്തിയിൽ അടിച്ചാൽ ചിലപ്പോ ആവൂട്ടോ. നമ്മള് കോച്ചിങ് സെന്ററിലൊക്കെ പോകുമ്പോ ഭയങ്കര കട്ടിയുള്ള ബോളും വെച്ച് കളിക്കാം. അല്ലേലൂ എനിക്ക് അനുഭവം ഉള്ളതല്ലേ. അങ്ങനെ പറയാൻ പറ്റൂല. പക്ഷെ ഞാനങ്ങനെ പെൻസിൽ അടിക്കാത്തതുകൊണ്ട് പ്രശ്നമല്ല. ഞാൻ ഒരിടക്ക് മൊത്തം ഞാനും ആരായാലും പെൻസിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഷൂട്ടിങ് നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിചാരിക്കണത്. പിന്നെ സെക്കൻഡ് ട്രിക്ക് ഇനി ഞാൻ അടുത്തത് ലൂമിയും പഠിപ്പിക്കും. അപ്പൊ ഗൈസ് നമ്മള് ഇനി എന്റെ ടേൺ ആണ് ഗൈസ്. ഞാനിന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് സ്കിൽസ് ആണ്. നമ്മള് കുറെ സ്കില്ല് കേട്ടിട്ടുണ്ടാവും. റെയിൻബോ ഫ്ലിക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും, റൊണാൾഡോ ചോപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും, അങ്ങനെ കുറെ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിൽ കുറച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സ്കില്ല് ഞാൻ പഠിപ്പിക്കാൻ വരാൻ പോകുന്നത് റെയിൻബോ ഫ്ലിക്കാണ്. ഈ റെയിൻബോ ഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈസിയാണ്, പക്ഷെ കുറച്ച് പ്രാക്ടീസ് വേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. എടാ കാണിച്ച് ഇവിടെ ഇല്ലേ, ഇവിടെയാണ് ഒരു ഭാഗം, എന്നിട്ട് ഇവിടെ മറ്റേ ഭാഗം. ഇത് രണ്ടും ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ട് നല്ല ടൈറ്റിൽ വെക്കാം. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഇത് ഈ കാഫ് മസിൽ വരെ ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ പെട്ടെന്ന് റോൾ ചെയ്യാനൊക്കെ ഒന്ന് പഠിക്കുക. ഇത് റോൾ ചെയ്തതിനു ശേഷം നമ്മൾ പഠിക്കേണ്ടത് കാഫ് മസിൽ വരെ റോൾ ചെയ്യണ ശേഷം ബാക്കിയുള്ളത് ഇങ്ങനെ പിടിച്ചിട്ട് കാഫ് മസിൽ ചാടുക. ചാടുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്യുക, ഇങ്ങനെ ചാടുക. അതൊരു നിങ്ങൾ അവൻ കാണിച്ചു, നീ ഒരു 5 പ്രാവശ്യം അതുപോലെ ഇങ്ങനെ ഓടി കാണിച്ചു കൊടുക്ക്. ഓടാൻ ഞങ്ങൾക്ക് അത് അത്യാവശ്യം പാടാണ്. നെയ്മറിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ സ്റ്റാൻഡിങ് ഫസ്റ്റ് കാണിച്ചു. ഓടിയല്ല ഗൈസ്, ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പ്രാക്ടീസ് വേണം. ഒരു ടച്ച് കിട്ടണ വരെ നമ്മളിത് ചെയ്തോണ്ടിരിക്കണം. ഫസ്റ്റ് തന്നെ ശരിയായിട്ടുണ്ട്, പക്ഷെ അത് ബാക്കിലേക്ക് വന്നു വെള്ളത്തിലേക്ക് വീണ് ഇനി ഭയങ്കര ശോകമായിരിക്കും കളിക്കുമ്പോ.
ഞാൻ ഒന്ന് അടിച്ച് പറപ്പിച്ചു കൊടുക്കാം. വിട്ടാ എടുക്ക്. ഗൈസ് അടിച്ച് പറപ്പിക്കാൻ പോവുകയാണ് വെള്ളം കളയാൻ വേണ്ടി. ഓ കാട്ടിപ്പോയി ഗൈസ്. നമ്മുടെ ട്രെയിനിങ് ഭിത്തിയാണ് ഗൈസ്. ആഹാ ഗൈസ് ഇപ്പൊ തല പോയേനെ, പക്ഷെ കുഴപ്പമില്ല. ഗൈസ് മൂഞ്ചില. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എടുക്ക് ലുബിന്റെ തല ശരിക്കും പോയാ ബോള് ശരിയായിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് പരിപാടി. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് ഈ ബാക്കിലോട്ടൊക്കെയാണ് ഇപ്പൊ ശരിക്കും പോയത്. അത് തെറ്റാണ്. ഇപ്പൊ നമ്മൾ ബാക്കിലോട്ടേക്കല്ല പോയത്. ഡിഫൻഡറിന്റെ തലയുടെ മുകളിൽ കൂടെ പോണെങ്കിൽ നമ്മൾ കുറച്ച് ലീൻ ചെയ്യണം. നമ്മുടെ കാലും എല്ലാം ഒന്ന് ഇങ്ങനെ ലീൻ ആവണം. എന്നുവെച്ചാ ഹാഫ് ഇങ്ങനെ കുഞ്ഞെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. എടാ കുറച്ച് നീങ്ങ, ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ ഇങ്ങനെയാണ് ലീൻ ചെയ്താല് ഉണ്ടാവാൻ പോണത്. ലീൻ ചെയ്താ ഇങ്ങനെ ഫ്രണ്ടിൽ പോവും, പക്ഷെ അപ് സൈഡ് ആയിരിക്കും. നമ്മൾ ഇച്ചിരി കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട്. എനിക്ക് അത്ര പ്രാക്ടീസ് ഇല്ല, പക്ഷെ കുറച്ചും കൂടി. അപ്പൊ നമ്മള് പകുതി ലീൻ ചെയ്തിട്ട് എല്ലാം കറക്റ്റായ കറക്റ്റായിട്ട് കഴിയുമ്പോ പഠിപ്പിക്കണ സാറും കറക്റ്റായിട്ട് കഴിയുമ്പോ കിട്ടും. ഇത് നല്ല പ്രാക്ടീസിന്റെ പരിപാടിയാണ് ഗൈസ്. എന്താ ഗൈസ് നമ്മള് പഠിപ്പിക്കാൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. ജസ്റ്റ് ഒന്ന് എനിക്ക് ചെയ്യാനറിയാം, ചെറുതായിട്ടൊക്കെ അറിയുള്ളൂ. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ബോള് നമ്മള് എല്ലാം വെക്ക, എന്നിട്ട് ചെയ്ത് മാത്രം കാണിച്ചു കൊടുക്കുക. നിങ്ങൾ നിന്നോ, പക്ഷെ റെയിൻബോ കറക്റ്റായിട്ട് വരാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെയാണ് വരുത്തണത്. അപ്പൊ ഡിഫൻഡറിന്റെ മുകളിൽ കൂടെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫൻഡർ POV. നമ്മളിങ്ങനെ ചെയ്യാൻ നോക്കുന്നത്, നമ്മൾ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഗൈസ് ബോൾ അവിടെ എത്തി, ഗോള് അടിച്ചവൻ. അതാണ് ഡിഫൻഡർ. നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് പഠിക്കാം. നമ്മളിപ്പോ ടിപ്സ് മാത്രമേ പറയാൻ. ചില ആൾക്കാർ നമ്മൾ ട്രോളിക്കൊല്ലും, അതൊന്നും ഞങ്ങൾക്ക് സീനൊന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ചെറിയ പിള്ളേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഞങ്ങളൊക്കെ പറയണു അല്ലല്ലോ. പിന്നെ കുറച്ച് ട്രിപ്പിൾസും കൂടി പറഞ്ഞു കൊടുത്തോളാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എങ്ങനെ ബോൾ കൺട്രോൾ വേണമെന്നുള്ളൂ. എനിക്ക് ചെറുതായിട്ട് കൺട്രോളൊക്കെ ഉള്ളു. ബോള് ഫസ്റ്റ് മെയിൻ ആയിട്ട് ബോൾ കൺട്രോൾ ചെയ്യുമ്പോ ലൂബി പടം കൺട്രോൾ ചെയ്യുമ്പോ ബോൾ എപ്പോഴും കാലിൽ തന്നെ ആയിരിക്കണം. കാലിൽ തന്നെ. അതിന് പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കാണിച്ചു തരാവാ. ഇപ്പൊ ഞങ്ങൾ ചെരുപ്പ് യൂസ് ചെയ്യണേ. ഇങ്ങനെ ഇവിടെ ഒരു ചെരുപ്പ്, സ്വയം കുറച്ച് ചെരുപ്പ് കിട്ടുന്നു. ഫ്രെയിമിന്ന് പോ ക്യാമറമാനെ. ഗൈസ് ക്യാമറമാനെ കാണിക്കാൻ പാടില്ല, ചിലപ്പോൾ അവരുടെ അമ്മ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ ഫുട്ബോളിൻ്റെ സെറ്റ് ഫോട്ടോസ് എടുക്കാൻ പോണ്. ഗൈസ് ഗോളി കഴിഞ്ഞാണോ പരിപാടി? ക്യാമറമാനുകളെ വീഡിയോ ഒന്ന് പോ, എനിക്ക് മര്യാദക്ക് എടുക്കാൻ പറ്റണില്ല ഗൈസ്. ഈ ക്യാമറമാനെ കൊണ്ട് തോറ്റു. അപ്പം ഇതാണ് നമ്മുടെ കൺട്രാപ്ഷൻ. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കുറച്ച് 4-5 ചെരുപ്പുകൾ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഈ ചെരുപ്പിന് പകരം കോണ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കൺട്രോൾ പഠിക്കാവുന്നേ ഉള്ളൂ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ ബോള് ഇവിടുന്ന് വന്നിട്ട് ഇതിപ്പോ നിക്കണെന്ന് വെച്ചാൽ ഒരു ഡിഫൻഡേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ട്രിബിളിങ്ങും ഇതിൽ തന്നെ പഠിപ്പിക്കും, കൺട്രോളിങ് ഇതിൽ തന്നെ പഠിപ്പിക്കും. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ബോൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്ന് കൈസ് ചെറുതായിട്ട് മൂഞ്ചി കൈസ് കുഴപ്പമില്ല. ഇതുപോലെ കൺട്രോൾ ചെയ്ത് പതുക്കെ പതുക്കെ പഠിക്കുക.
എന്നിട്ട് വേഗം വേഗം സ്പീഡിൽ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കൺട്രോളിങ്. ഇത് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഡ്രിബിളിങ് നീ ഓപ്പൺ ഏരിയ ചെയ്തോ? ചെയ്യാന്ന് വെച്ചാ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ പോവാ. ഇപ്പൊ ആ അവിടത്തെ സെയിം ഇത് തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ 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 പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ തന്നെ ചെയ്യാ. ലൂമി ഒന്ന് നിക്കടാ. ഗൈസ് അപ്പൊ ഞാനിപ്പോ നിക്കാം 1 മിനിറ്റ് ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ ഡിഫൻഡർ ആയിട്ട് ഇപ്പൊ നിക്കാണ്. ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ബോള് എടാ ഗൈസ് ഞാനിപ്പോ ഡിഫൻഡറിന്റെ POV എടുത്ത അത്ര ക്ലിയർ ആവൂലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ക്യാമറമാനെ ഒന്ന് വിളിക്കട്ടെ. എന്നിട്ട് നമുക്ക് നല്ല ആംഗിളിൽ എടുക്കാം. അതുകൊണ്ട് എപ്പോഴത്തേക്ക് കുറച്ച് ഇന്റർവെല്ലാണ്. ഗൈസ് പെട്ടെന്നൊരു കാര്യം പറയാനുണ്ട്. ഈ ഭാഗം ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ക്ലിപ്പ് കാണാനാണ് നല്ലത്. അപ്പോൾ ബൈ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മോളിൽ നിന്നൊരു ബോൾ പാസ് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ അപ്പോൾ ഇത് ഞാനാണ് പറഞ്ഞു തരാൻ പോണത്. കാരണം എനിക്ക് നന്നായിട്ട് ടച്ച് ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ ക്യാമറ പിടിക്കുന്നു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഏറ്റവും ബേസിക്കാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഭയങ്കര അഡ്ജസ്റ്റ് പോയത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ എനിക്ക് ഇട്ടുതരാം ബോള്. ഓക്കെ ഓക്കെ സമയം ബോൾ ഇട്ട് കൊടുക്കണേ കേട്ടോ ഗൈസ്. അപ്പൊ അടുത്ത ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ചാ നമ്മള് ഇതിനൊന്ന് തൊട്ടിട്ട് ഒരു തൊടല് കഴിഞ്ഞാ എന്നിട്ട് അപ്പൊ തന്നെ ഒന്ന് മാറ്റുമ്പോ ഇപ്പൊ തൊട്ട് അപ്പൊ തന്നെ മാറ്റിക്കണം. അപ്പൊ തന്നെ ശക്തി അനുസരിച്ച് അത്രയും പെട്ടെന്ന് മാറ്റണം. കണ്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നാണ്. പിന്നെ ഹൈയിൽ വന്ന ബോള് എങ്ങനെയാണ് നമുക്ക് ടച്ച് ചെയ്യാന്ന് വെച്ചാൽ സെയിം തന്നെ. പക്ഷെ ആംസ് ആണ് അത് തന്നെ ആയിരിക്കും. പക്ഷെ ചെയ്യണമെന്ന് വെച്ചാൽ പാസ് വന്ന ബോള് നമ്മുടെ ഈ ഒരു ഭാഗം വെച്ചാണ് അല്ലല്ലോ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ ബോളാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അത് വേണമെങ്കിൽ എനിക്ക് ഞാനപ്പോ അത് ലൂമിക്ക് ഇട്ട് കൊടുക്കുന്നതാണോ ലൂമി ഇട്ട് കൊടുക്കണേന്. ഇങ്ങനെ വരുമ്പോ ഇവിടെ തൊടുക എന്നിട്ട് അപ്പൊ തന്നെ വിട്ട് കളയാം. സെയിം ലോജിക്കാണ് ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ ടച്ചിങ്. പിന്നെ നമ്മുടെ അച്ചു മാസ്റ്റർ എങ്ങനെയാ ടച്ച് ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞു തരാം ഗൈസ്. എങ്ങനെയാണ് ഇവർ ടച്ച് ചെയ്യുന്നത്? സെറ്റാണ് ഗൈസ്. എനിക്കങ്ങനെ അധികമായിട്ട് ടച്ച് ചെയ്യാൻ അറിയില്ല. ഇനി നമുക്ക് ഈസി ആയിട്ട് പാസിങ് എങ്ങനെ പഠിക്കാന്ന് ചോദിക്കാം. ഇപ്പൊ ഒരാൾക്ക് പാസ് ഇട്ടു. ഇത് ലാസ്റ്റ് ആണ് ഗൈസ്. അതുപോലെ കഴിഞ്ഞു. ഇപ്പൊ ലൂമി നീ ചെല്ലണം. ഞാൻ പാസ് ഇട്ട് തരാം. ഇപ്പൊ ഒരാൾക്ക് ഇങ്ങനെ പാസ് കൊടുത്ത് അത് പെട്ടെന്ന് ഒരാൾക്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് അതിൽ മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാ ഇപ്പൊ ഒരു ബോള് എടാ നീ പോയി ബോളൊന്ന് പാസ് ചെയ്ത് കിട്ടുന്നെങ്കിൽ ഇപ്പൊ അവന് അവിടുന്ന് ഇപ്പൊ അവനെ എനിക്ക് പാസ് അത് ഞാൻ ഇങ്ങനെ പിടിച്ച് എന്ന് വെച്ചാൽ ബോള് ഇങ്ങനെ ഒരു ബോള് നമ്മൾ ഇതിങ്ങനെ പിടിക്കുക. അത്രേ ഉള്ളു. ഈസിയാണ്. ഞാൻ അവന് പാസ് ഇട്ട് കൊടുക്കണേ. ഇത് നോർമൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം. പക്ഷെ നല്ല ശക്തിയാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഇങ്ങനെ. പക്ഷെ ഈ ഒരു അണ്ടർ സൈഡിൽ അയ്യോ എൻ്റെ മോളുള്ള സ്ഥലത്ത് ഈ കുറച്ച് അണ്ടർ സൈഡ് ഈ ഭാഗം അടിച്ചാൽ ഒരിക്കലും ബോള് നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനെ നോക്കാവില്ല. ഇതാണ് പാസിങ്. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളു ഗൈസ്. 1 മിനിറ്റ് ഞങ്ങൾ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഔട്ട്രോ പറയാൻ കഴിയും. എങ്ങനെ ക്യാമറ ഒക്കെ അപ്പൊ ഇന്നത്തെ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.